ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കോമ്പേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റ് ഓഫും അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പേജുകൾ കൂടെ ഫോളോ ചെയ്യുക. അവിടെയൊക്കെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻറ്റൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിഗ് ബോസ് തമിഴ് സീസൺ 9 വീക്ക് 4 ആൻഡ് 5 രണ്ടിൻ്റെയും കൂടെ ഒരു അനാലിസിസ് വീഡിയോയുമായിട്ടാണ്. എന്താണെന്നറിഞ്ഞുകൂടാ, ബിഗ് ബോസിൻ്റെ തമിഴ് എപ്പിസോഡുകൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം രണ്ടാഴ്ച കൂടുമ്പോഴാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, മലയാളം ബിഗ് ബോസ് ഒരേ സമയം പൊയ്ക്കൊണ്ടിരുന്നതുകൊണ്ട് രണ്ടും കൂടെ ക്ലാഷ് ആവുന്നതുകൊണ്ടുണ്ടായ ഒരു കുഴപ്പമാണ്. എന്തായാലും അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. സീസൺ 7 മലയാളം ഇന്നലെ അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു. അപ്പോൾ ഗ്രാൻഡ് ഫിനാലയിൽ അനുമോൾ വിജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു പോളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ സീസണിൻ്റെ അഭിപ്രായത്തെക്കുറിച്ചല്ല, ഫിനാലയുടെ റിസൾട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ കൂടെ ഒന്ന് അറിഞ്ഞിട്ട് അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാമെന്നോർത്തുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തമിഴ് ബിഗ് ബോസ് ആണല്ലോ ചെയ്യുന്നത്. രണ്ടാഴ്ചത്തെ ഞാനങ്ങനെ നോട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു വലിയ വീഡിയോ ആയിട്ട്, ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ആയിട്ടൊന്നും ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതായത് വൈൽഡ് കാർഡുകളുടെ എൻട്രി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. 4 പുതിയ വൈൽഡ് കാർഡുകളാണ് ഇത്തവണ അകത്തേക്ക് വന്നിരിക്കുന്നത്. ദിവ്യ ഗണേഷ്, അമിത് ഭാസ്കർ, പ്രജിൻ പത്മനാഭൻ, അങ്ങനെ എന്തോ അല്ലായിരുന്നു, അതേന്ന് തോന്നുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് സാൻഡ്ര എയ്മി. ഈ സാൻഡ്ര എയ്മീനെ എங்கேயோ പാത്രിക്കേ എന്ന് പറഞ്ഞ് നമ്മുടെ നാഗാർജുന കൂനിയിൽ പറയുന്നത് പോലെ ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ജെയിംസ് ബോണ്ട്, അദ്ദേഹം നമ്മുടെ ചാനലിലെ ഒരു മെമ്പറാണ്. മലയാളം ബിഗ് ബോസ് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നമ്മൾ തുടങ്ങി വെച്ചത്. ഒരു എന്താ പറയുന്നത്, ക്യാമിയോ അപ്പിയറൻസിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിൽ പ്രത്യക്ഷപ്പെടാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ആ പടത്തിൻ്റെ പേരിപ്പോൾ മറന്നുപോയല്ലോ, പൃഥ്വിരാജിൻ്റെ സ്വപ്നക്കൂട്. യെസ്, സ്വപ്നക്കൂടിൻ്റെ അകത്ത് മധുരക്കനി, പൃഥ്വിരാജ് പുറകെ നടക്കുന്ന പെൺകുട്ടികളിൽ ഒരാളായിട്ടുള്ള മധുരക്കനി ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഈ സാൻഡ്രയാണ് എന്ന് പറയും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മധുരക്കനിയാണ്, ഓക്കെ, അതാണ് എങ്കേയോ കേട്ട കുരൽ എന്ന് പറയുന്ന പോലെ ആ ഒരു ഇത് വന്നത്. അപ്പം അങ്ങനെ നമ്മുടെ മധുരക്കനി ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു മീം ഞാനിങ്ങനെ കണ്ടായിരുന്നു. നമ്മുടെ എന്താ ഈ പ്രജിൻ വായിൽ വരുന്നത്, പ്രജിൻ പുള്ളിക്കാരെ കിട്ടിയാണല്ലോ, എന്താണ് മറ്റേ പുള്ളി ഉണ്ടല്ലോ, ഇതൊക്കെയാണ് പ്രവീൺ. യെസ്, പ്രവീണും സാൻഡ്രയും കൂടെ മലയാളത്തിൽ സംസാരിച്ചിട്ട് ഇതെന്താ മലയാളം ബിഗ് ബോസ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ആരൊന്നും മീം ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രവീണിനെ മലയാളം, സാൻഡ്ര പിന്നെ മലയാളിയാണല്ലോ, ഇടുക്കിക്കാരിയാണ്. അപ്പം മലയാളത്തിലാണ്. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് പ്രജിനും കുറച്ചൊക്കെ അറിയാമെന്ന് തോന്നുന്നു. പുള്ളീനെ എങ്കയോ പാത്രിക എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്നു. പുള്ളിയും കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് പുള്ളിന്ന് എനിക്ക് തോന്നുന്നു. അപ്പം രണ്ടുപേരും ഇപ്പം ആ ഒരർത്ഥത്തിൽ സുപരിചിതരാണ് നമുക്ക്. അപ്പോൾ എന്താണെങ്കിലും 4 വൈൽഡ് കാർഡുകൾ വന്നിട്ട് അവർ വരുന്ന സമയത്തൊക്കെ വലിയ കോളിളക്കമൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അകത്ത് പോയി കഴിഞ്ഞാൽ ഫിനോയിലൊഴിച്ച് ഞങ്ങൾ തൂത്തുവാരും, എല്ലാത്തിനെയും തൂക്കി വെളിയിൽ പോടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ദിവ്യ ഗണേഷ് ആണെങ്കിൽ പേരിൽ തന്നെ ഡി ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു 3 ഡിയുമായിട്ടാണ് വന്നത്. ഡിസിപ്ലിൻ, ഡെക്കോറം, പിന്നെ മറ്റേത് വരുന്നു ഡീസൻസി ആണോ, എന്തോ ഒരു വേറൊരു ഡിയും കൂടെ ഉണ്ടായിരുന്നു.
3 ഡിയുമായിട്ട് വന്നിട്ട് ഈ 3 ഡിയുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരിയുടെ ഒരിത് പോയത്. വന്ന ഉടനെ തന്നെ പ്രജനയ്ക്കാണെങ്കിലും മറ്റേ അഗ്നികുണ്ഡത്തിൽ ഇവരെ കൊണ്ട് നോട്ടുകളൊക്കെ എഴുതിപ്പിച്ച് ഹോമിക്കുന്ന ഒരു പരിപാടിയൊക്കെ ചെയ്തായിരുന്നു. അതൊക്കെ കൊള്ളായിരുന്നു. ഒരു നല്ല ഇതുണ്ടായിരുന്നു. പക്ഷേ എല്ലാ വൈൽഡ് കാർഡുകളും പോലെ തന്നെ ആദ്യത്തെ ആഴ്ച വരുമ്പോൾ ഉള്ള ഒരു ഷോ ഉണ്ടാവും. പിന്നെ അടുത്ത ആഴ്ച ഹൗസ് മേറ്റ്സ് അവരെ എടുത്തിട്ട് ഉടുക്കുകയാണ് ചെയ്യാറ്. അപ്പം ഇവിടെയും അതൊക്കെ തന്നെ സംഭവിച്ചു എങ്കിലും ഈ വൈൽഡ് കാർഡുകൾ കൊള്ളാം. എനിക്ക് അമിതയാണ് എല്ലാവരും ഭയങ്കര പ്രോമിസിങ് ആയിട്ട് പറഞ്ഞിരുന്നത്. അദ്ദേഹം കന്നഡ ബിഗ് ബോസിൽ എന്തോ ബിഗ് ബോസ് ആയിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ ശബ്ദമായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്കറിഞ്ഞൂടാ. അദ്ദേഹത്തിൻ്റെ എല്ലാവരും ഭയങ്കര പ്രോമിസിങ് ആണെന്ന് പറഞ്ഞ ആൾ തന്നെ അത്ര പ്രോമിസിങ്. കാര്യം അദ്ദേഹം കയറി വരുമ്പം മറ്റുള്ളവരെ പോലെ വലിയ ഡയലോഗുകളൊന്നും ഇല്ലാതെ ഞാൻ അകത്ത് പോയി ചെയ്ത് കാണിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അകത്ത് വന്നിട്ടുള്ള അവർക്ക് ഹൗസ് മേറ്റ്സിനൊക്കെ കൊടുത്ത ഫീഡ്ബാക്കിലൊക്കെ ആണെങ്കിലും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഒരു ഡീസൻറ്റ് അപ്രോച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ. ബാക്കിയുള്ള 3 പേരും നല്ല രീതിയിൽ എന്താ പറയുന്നത് വയലൻ്റായിട്ട് തന്നെയാണ് അറ്റാക്ക് ചെയ്തത് അവരെ വെർബലി. അപ്പോൾ ഈ വന്ന വൈൽഡ് കാർഡുകളിൽ പ്രജിനും സാൻഡ്രയും ഒരു ടീമാണ് ഒബ്വിയസ്ലി നമ്മുടെ ആദില നൂറമാരെ പോലെ. പക്ഷെ അവരെ പോലെ ഒരു കണ്ടസ്റ്റൻ്റ് ആക്കിയിട്ട് വിട്ടിട്ട് പിന്നെ 2 കണ്ടസ്റ്റൻ്റ് ആക്കുകയല്ല. ഇവരെ തുടക്കം തൊട്ടേ 2 കണ്ടസ്റ്റൻസ് ആയിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ അവർ തുടക്കം തൊട്ടേ ടീമായിട്ടാണ് കളിക്കുന്നത്. ഇവിടെ പിന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. തുടക്കം തൊട്ട് ഒരു കുറേ നാൾ ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ട് നിന്നുകൊണ്ട് തന്നെ ആ ഒരു ടീം ബിൽഡ് ചെയ്തിട്ട് പിന്നെ അവർ സെപ്പറേറ്റ് ആയിട്ട് ടീമായിട്ട് കളിച്ചപ്പോൾ നമുക്ക് അത്ര വലിയ ഓക്വേർഡായിട്ടൊന്നും തോന്നിയില്ല. ഇവർ ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻസ് ആണെന്ന് പറഞ്ഞകത്തേക്ക് കയറിയിട്ട് ടീമായിട്ട് കളിക്കുമ്പോൾ നമുക്കൊരു ചെറിയ കല്ലുകടി ഉണ്ടാവുമല്ലോ. അതാണ് അതിൽ ഈ ടീമായിട്ട് കയറി വിടുന്നത് ഒരു മറ്റുള്ളവർക്കൊരു അൺഫെയർ അഡ്വാൻറ്റേജ് ആണ്. അപ്പം അതിനെയും പിന്നെ വൈൽഡ് കാർഡുകളെയും എല്ലാം താണ്ടി ഈ ബിഗ് ബോസ് കിരീടം നേടുന്നവർ ശരിക്കും വിന്നേഴ്സ് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. കാര്യം ഇത്തരം ചാലഞ്ചസൊക്കെ ചാനലിൻ്റെ വക അവർക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലോ. അപ്പം പിന്നെ പ്രജിൻ വിജയ് സേതുപതിയുടെ ഒരു സുഹൃത്തും കൂടെയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കയറി വന്ന സമയത്ത് മച്ച വിളിയൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഒരു ഹോസ്റ്റ് എന്നുള്ള രീതിയിൽ അതും അദ്ദേഹം കഴിഞ്ഞ വീക്കെൻഡിന് മുമ്പ് വരെ ഉണ്ടായിരുന്നൊരു ഇതിൻ്റെ അകത്തും സേതു വരുമ്പോൾ ഞാൻ സേതുവിൻ്റെ അടുത്ത് പറയാം എന്നൊക്കെ. അദ്ദേഹം പുറത്ത് നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം, പക്ഷേ അതിനകത്ത് വിജയ് സേതുപതി ഒരു ഹോസ്റ്റാണ്. അപ്പോൾ അവിടെ സേതു എന്നൊക്കെ പറഞ്ഞ് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആ ഒരു ഫാക്ട് റിവീൽ ചെയ്യേണ്ടായിരുന്നു. കാര്യം അതും ഒരർത്ഥത്തിൽ ഒരു ചെറിയൊരു നെഗറ്റീവായിട്ടുള്ളൊരിതല്ലേ. ഇനിയിപ്പം വിജയ് സേതുപതി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് എന്തെങ്കിലും ഫേവറബിളായിട്ടുള്ള എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, കഴിഞ്ഞ സീസണിൽ സാച്ചമ്മ ദേവി മകളായതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അപ്പാവും മകളും ടീമായിട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞ് വരെയുള്ള ആക്ഷേപം ഉയർന്നതാണ്. അതുകൊണ്ട് ഈ സീസണിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്താണേലും ഇപ്പം എന്താണ് പിന്നെ നടന്നത്? ഹോട്ടൽ ടാസ്ക് എന്ന് ഒരെണ്ണം നടന്നായിരുന്നു ഈ ആഴ്ച. നമ്മുടെ മലയാളത്തിലൊക്കെ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ ഗസ്റ്റായിട്ട് ദീപക് മഞ്ചരി, പിന്നെ നമ്മുടെ ഡാമിറ്റ് പ്രിയങ്ക ദേശ്പാണ്ഡെ, ഇവർ 3 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വലിയ കുഴപ്പമില്ല. ബട്ട് അതിൽ സാൻഡ്രയ്ക്കൊരു സീക്രട്ട് ടാസ്ക് കൊടുത്തത് കൊണ്ട് കുറേയൊക്കെ നല്ല രീതിയിൽ അവരുടെ ആ സീക്രട്ട് ടാസ്ക് റിവീൽ ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ഇതൊക്കെ വീഡിയോ ഒക്കെ നൈസായിരുന്നു. ഒരു നല്ല പുള്ളിക്കാരി അടിപൊളിയായിട്ട് ചെയ്തു. അത്രയും വീട്ടുകാരെല്ലാം കൂടെ നിന്നിട്ട് പോലും അവരെല്ലാം വെറുപ്പിച്ചുകൊണ്ട്, അതും കൂട്ടായിട്ട്. പക്ഷേ ഹസ്ബൻഡിനെ തന്നെ പിടിച്ചത് അത് വേണ്ടായിരുന്നു. മറ്റാരെങ്കിലും ഒരാൾ ട്രൈ ചെയ്യായിരുന്നു. പാർവതീനെ ട്രൈ ചെയ്യായിരുന്നില്ലേ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ബട്ട് പാർവതീനെ, അതായത് സാൻഡ്രയുടെ ടാസ്ക് തന്നെ മാനേജ്മെൻറ്റിലുള്ള ഒരാളെ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഒരാളെ അവരുടെ പദവിയിൽ നിന്ന് മാറ്റണം. വേറെ 2 പേരെ വേറെ 2 ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. അങ്ങനെയുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ പാർവതീനെ കൂട്ടുപിടിച്ചാൽ പാർവതി അസിസ്റ്റൻറ്റ് മാനേജറായിരുന്നു ഇതിൻ്റെ അകത്ത്. ആദ്യം ദിവ്യ ഗണേശായിരുന്നു മാനേജർ. പിന്നെ പുള്ളിക്കാരി ഡിസിപ്ലിൻ ഡെക്കോർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു പാർവതി 2.0 പോലെയായിരുന്നു. പാർവതി ആ ഒരാഴ്ചയിൽ കുറച്ച് കൺട്രോൾഡ് ആയിട്ടാണ് നിന്നത്.
ദിവ്യ ആ സമയത്ത് ആം, അതിന് അദ്ദേഹത്തിന് പീരിയഡ്സിലൂടെ കടന്നു പോവുകയായിരുന്നു. പിന്നെ ക്യാപ്റ്റൻ ആയതിൻ്റെ ഒരു ഇത്, അതിന് പുറമെ ഈ മാനേജറിൻ്റെ ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ ഉള്ള പ്രഷർ എല്ലാം കൂടെയാണ് പുള്ളിക്കാരി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ തന്നെ അവരോട് ചൂടാവുന്ന ഒരു 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 തരം ബോർഡർ ലൈൻ റൂഡായിട്ടുള്ള, ബോർഡർ ലൈൻ അല്ല, പല സമയത്തും ആ ഒരു ഒരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരി പെരുമാറിക്കൊണ്ടിരുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ ഒരു സംഭവം കൂടെ ഉണ്ട്. പീരിയഡ്സിനോടനുബന്ധിച്ചുള്ള മൂഡ് ചേഞ്ചസ്, പിന്നെ ഉറക്കമില്ലായ്മ, എല്ലാത്തിൻ്റെ സ്ട്രെസ്സ് എല്ലാം കൂടെ കൂടിയിട്ടാണെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും മറ്റൊരു പാർവതി 2.0 എന്നുള്ളൊരു ഒരു നാമം കിട്ടിയിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഇവർ തമ്മിൽ അടിയായിരുന്നു, പാർവതിയും ദിവ്യയും തമ്മിൽ ആ, ഒരു 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 ഫൈറ്റ് കോംബോ ആണെങ്കിൽ ഇത്തവണ ഇവർ ടീമപ്പ് ആവുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ദിവസത്തോടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അപ്പം സാൻഡ്ര സീക്രട്ട് ടാസ്കിൽ കുറച്ച് പേരെ ശത്രുക്കളായിട്ട് സമ്പാദിച്ചിരുന്നു. വിയാനയും ദിവാകരനെയും വിയാനേനെയും മാറ്റണം എന്നുള്ള രീതിയിലാണെന്ന് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവർക്ക് ഈ കോയിൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിലൂടെ നോമിനേഷൻ ഫ്രീ ഇത് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇത്. ബട്ട് അതിലും ഇവർ കാരണം ഗസ്റ്റുകൾ അവർക്ക് സുഭിക്ഷയ്ക്കും വിയാനയ്ക്കൊക്കെ കൊടുത്ത കോയിൻസ് അവർ തിരിച്ചെടുക്കുക എന്നുണ്ട് ചെയ്തു. വിയാനയാണോ വേറെ ആരെങ്കിലും ആയിരുന്നു ഓർക്കുന്നില്ല. ഇതിനിടയിൽ FJ ഒരു കളി കളിച്ചായിരുന്നു. അതായത് ഇവരുടെ ഈ ഹോട്ടൽ ടാസ്കിൽ ഹൗസ് മേറ്റ്സ് എന്നുള്ള രീതിയിൽ ഇവരുടെ ഒരു പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ ഹോട്ടൽ ടാസ്കിൽ എന്താണ് കാണുന്നത്, ഓരോ സെക്ഷനുകളിലും ഓരോ ആൾക്കാരായിട്ട് ഹൗസ് ക്ലീനിങ് അല്ലെങ്കിൽ റൂം സർവീസ്, കുക്കിങ്, അങ്ങനെ ഓരോ ഇതായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഇവിടെ പക്ഷേ എല്ലാവരുടെയും പണിയെടുക്കാൻ പോകുന്നു. അല്ല, ഗസ്റ്റിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുമ്പം ഔട്ട് ഓഫ് ദ വേ പോയി അവരെ പ്രീതിപ്പെടുത്താൻ നോക്കി കോയിൻ നേടാനായിട്ടുള്ള ശ്രമം, ഒരു സ്പോർട്സ്മാൻഷിപ്പ്, ഒരു ടീം സ്പിരിറ്റ് ഇല്ലാതെ രീതിയിലാണ് ഇവരെല്ലാം കളിച്ചത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് FJ പോയിട്ട് എന്താ പറയുന്നത്, പ്രിയങ്ക മേഡത്തിൻ്റെ ഒരു ഫാനായിട്ടുള്ളൊരു ക്യാരക്ടർ സ്വയം രൂപീകരിച്ച് ഞാൻ തന്നെ എല്ലാം ചെയ്യും, ഞാൻ ചെയ്യാവുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിയാനയുടെയൊക്കെ, അതായത് വിയാനയൊക്കെ കുക്കാണല്ലോ, അപ്പം അവരുടെ ഡ്യൂട്ടിയിൽ പോലും ഇവൻ കയറി ഇടപെട്ട് അങ്ങനെ ഒരു പരിപാടി നടന്നായിരുന്നു. അതിനെ വിജയ് സേതുപതി ചോദ്യം ചെയ്യുകയും ചെയ്തു. പിന്നെ അമിത് അതിൻ്റെ ഇടയിൽ ഇവരെ കൊണ്ടുവരുന്നുണ്ട്, FJനെ കൊണ്ടും അറോറയും ആയിരുന്നു അവിടെ. അവരെന്തുമായിരുന്നു, അവർ ക്ലീനിങ്, റൂം സർവീസ്, അങ്ങനെ എന്തോ ഒരു പരിപാടിയായിരുന്നു, ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ അവർ ചെയ്ത പണിയുടെയും കൂടെ പിന്നെ കാർണിവൽ പോലെയൊക്കെ വെക്കാമെന്നുള്ള ഐഡിയ അവരിൽ നിന്ന് FJ ആണ് പറഞ്ഞതെന്ന് പറയുന്നു. അതിൽ നിന്ന് എടുത്തിട്ട് പുള്ളിയുടെ ഐഡിയ ആയിട്ട് പ്രസൻറ്റ് ചെയ്ത് പുള്ളി കോയിൻ വാങ്ങി എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് ക്രെഡിറ്റ് കൊടുക്കാതെ എടുത്തതിന്. ഇതിനിടയിൽ സാൻഡർ ഒപ്പിച്ച പണിയിൽ വിക്രം വളരെ ഡെസ്പറേറ്റായി കരഞ്ഞു മെഴുകുകയൊക്കെ ചെയ്ത്, അതായത് ക്രെഡിറ്റ്, അത് പുള്ളിയല്ലായിരുന്നു ടാർഗറ്റ്, പക്ഷെ ദിവാകരനെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ ക്രെഡിറ്റ് എടുത്തുകൊണ്ടുള്ള പരിപാടിക്ക് ഞാൻ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതായി. മാനേജർ എന്നുള്ള രീതിയിൽ പ്രഷർ എടുത്ത് എനിക്ക് വിക്രമിൻ്റെ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഇന്നത്തെ ദിവസം അദ്ദേഹം അമ്പി മോഡിൽ നിന്നും അന്യൻ മോഡിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം കുറച്ച് ഡിപ്ലോമാറ്റിക് ഒക്കെ ആയിട്ട്, എന്നാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ പറയേണ്ടത് പറയുക, അങ്ങനത്തെ ഒരു മൂഡിലായിരുന്നു പുള്ളി നിന്നിരുന്നത്. ഇപ്പോൾ പുള്ളി ഒന്ന് ട്രാക്ക് മാറ്റിയിട്ടുള്ള പോലെ തോന്നുന്നു. ഓപ്പൺലി കുറച്ചുകൂടെ അഗ്രസീവായിട്ടൊക്കെ മുന്നോട്ട് വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ഒരു ഒരു പതിയെ ഒരു വില്ലൻ മോഡിലേക്ക് പുള്ളി പതിയെ മാറുകയാണോ, ട്രാക്ക് മാറ്റുകയാണോ? കാര്യം ഇത്രയും നാൾ എന്താ പറയുക, ചില കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം സങ്കടപ്പെടുന്നത് കാണുമ്പോഴേ, ഇപ്പം ഉദാഹരണത്തിന് എന്തോ മറ്റേ സൂപ്പർ ഡീലക്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്താ പറയുന്നത്, ഫുഡിന് വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ മുമ്പിൽ കേഴേണ്ട അവസ്ഥയാണ്, പിച്ചക്കാരെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇങ്ങനെ വികാരം കൊള്ളുന്നതൊക്കെ കണ്ടിരുന്നു. അതുപോലെ മറ്റ് 2-3 സ്ഥലത്ത് ഇതുപോലത്തെ ചില ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അത് വിജയ് സേതുപതി തന്നെ ഏതോ ഒരു സംഭവത്തിൻ്റെ അകത്ത് പറയുകയും ചെയ്തു, ഇത്രയധികം ഇമോഷണൽ ആവേണ്ടതില്ല വിക്രം എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനത്തെ ഒരു ഫേസാണ് അദ്ദേഹത്തിൻ്റെ കണ്ടിരുന്നത്. ഇന്നിപ്പം പാർവതിയുടെ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ദിവസം ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ ശബരിയാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. പാർവതിക്ക് നല്ല ഇടി കിട്ടിയിട്ടുണ്ട്, കണ്ണ് ഒരു സൈഡ് നല്ലോണം വീങ്ങിയിട്ടുണ്ട്. ഡിസ്ക്വാളിഫൈ ആയതിനു ശേഷവും പുള്ളിക്കാരി പോയി ശബരിയുടെ അടുത്ത് കളിക്കാൻ ചെന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ അന്നേരം തള്ളിവിട്ടത് കുറച്ച്
ആഞ്ഞ തള്ളായി പോയില്ലേ? അത്രയും തള്ളി വിടണമായിരുന്നോ ഒരു ചോദ്യം അവിടെ ഉണ്ട്. പാർവതി ആയതുകൊണ്ടാണോ അവൻ അങ്ങനെ തള്ളിയത്? അതിന് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പുള്ളി എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതും കൂടെ ഒന്ന് ഒരു ക്വസ്റ്റ്യനായിട്ട് അവിടെ ഉണ്ട്. വിക്രമാണേലും തുടക്കം തൊട്ടേ പാർവതി എന്ന് വരുമ്പോഴത്തേക്കാണ് ഒരു മോഡിലോട്ട് വരുന്നത്. ഇന്നിപ്പോൾ പക്ഷേ ഇപ്പോൾ ദിവ്യയുമായിട്ടും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 പാർവതിമാരുമായിട്ട് ഫലത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഇതുണ്ടായിരിക്കുന്നത്. പിന്നെ ആം, അറിയില്ല. നമുക്ക് അമിത്തിന് വിയാനയുടെ ഒരിതുണ്ട്. കാര്യം ഈ വന്ന അന്ന് തന്നെ വിയാനയെ കുറിച്ചുള്ള ക്രിറ്റിസിസത്തിൻ്റെ അകത്ത് പറഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ ആർഗ്യുമെൻ്റ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നടന്ന ഇതെല്ലാം കൂടെ ഈ ഒരു 2 ആഴ്ചത്തേനും കൂടെ പല ഇതിലായിട്ടും വിയാനയുടെ ഒരിതുണ്ട്. വിയാനനെ ആളുകൾ കൂടുതൽ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ വിയാനനെ കൺസിഡർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ക്യൂട്ട്നെസ്സൊക്കെ വാരി മെഴുകി വന്നെങ്കിൽ ഇപ്പം പുള്ളിക്കാരി ഒരു ബിഗ് ബോസിൻ്റെ അകത്ത് ഒരു പ്ലെയറായിട്ട് പുള്ളിക്കാരി മാറിയിട്ടുണ്ട്. പല വെക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് പോയിന്റുകൾ വെക്കുന്നു. പോയിസൺ വിയാന എന്നുള്ള പേര് വരെ നേടിയെടുത്തെങ്കിൽ ക്യൂട്ട്നെസ് വിയാന എന്നുള്ളതിൽ നിന്നും പോയിസൺ വിയാനയിലേക്ക് പുള്ളിക്കാരി മാറിയിട്ടുണ്ടല്ലോ. അപ്പം ബിഗ് ബോസിനകത്ത് നമ്മളങ്ങനെ പോയിസൺ വിഷം എന്നൊന്നും അങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബട്ട് എനിക്കിപ്പം ഇതിനകത്ത് പ്ലേയേഴ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പാർവതി ഓബ്വിയസ്ലി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിം അല്ലെങ്കിൽ പോലും അവിടെ പലതരത്തിലും മാനിപ്പുലേഷൻസും എല്ലാം ഉണ്ടാക്കുന്നതും ഒക്കെ അടിയുണ്ടാക്കുന്നതും എല്ലാം ചെയ്യുന്നതും പാർവതി തന്നെയാണല്ലോ. അപ്പം വന്ന വയൽക്കാടുകളിൽ ദിവ്യ കൊള്ളാം. എനിക്ക് ആദ്യമൊക്കെ എന്തോ ഒരു ക്യാപ്റ്റനൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ഭയങ്കര റൂഡായിട്ടൊക്കെ ചില സമയത്തൊക്കെ, അതായത് അവർ നിസ്സാരമായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാലും പെട്ടെന്ന് ടെൻഷനാവുക, അങ്ങനത്തെ പുള്ളിക്കാരി പറഞ്ഞ ഡിസിപ്ലിൻ, ഡെക്കോറം, ഡീസൻസി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ പോയിട്ട് അതിനെപ്പറ്റി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് എങ്കിലും ഓക്കെ, പ്രോമിസിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. വന്ന വയൽക്കാടുകളിൽ ഇപ്പം ദിവ്യയും സാൻഡ്രയും ആണ് എനിക്ക് ഓക്കെ ആയിട്ടുള്ളത്. പുള്ളിക്കാരുടെ കെട്ടിയൻ മറ്റേ പ്രജിനെ എനിക്കങ്ങനെ വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല. അദ്ദേഹം ഇല്ലാതെ സാൻഡ്ര മാത്രം വന്നിരുന്നെങ്കിൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ കൂട്ടുപിടിക്കാതെ പുള്ളിക്കാരി ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ പുള്ളിക്കാരി ഫിനാലെ വരെ പോകാനുള്ള പൊട്ടൻഷ്യലുണ്ട്. സീക്രട്ട് ടാസ്ക് ഒക്കെ ചെയ്തതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അടിപൊളിയായിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ സാൻഡ്രയ്ക്ക് അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്. ദിവ്യയും ഓക്കെയാണ്. പിന്നെ അമിത് ആൻഡ് പ്രജിൻ എനിക്കറിഞ്ഞുകൂടാ, എന്താണ് അത്ര ഒരു ഇതില്ല. പിന്നെ ഇപ്പം ആരൊക്കെയാണ്? സാൻഡ്ര, ദിവ്യ, പാർവതി പിന്നെ ഉടനെയൊന്നും പോവില്ല. ദിവാകറും ഉടനെയൊന്നും പോവില്ല. പിന്നെ കെമീനൊന്നും കാണാനേ ഇല്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു എന്നുള്ളതല്ലാണ്ട് ഒന്നും കാണാനേ ഇല്ല. പിന്നെ കനി ഉടനെയൊന്നും പോകുന്ന ലക്ഷണമില്ല. പിന്നെ ആരുള്ളത്? വിക്രം ഇപ്പോൾ ഒരു അന്യൻ മോഡിലേക്കാണ് മാറിയിരിക്കുന്നത്. അറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. ശബരിയൊന്നും അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളതല്ലാണ്ട് വലിയ കാര്യമുള്ളതായിട്ടൊന്നും ഇപ്പം എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ തുടക്കത്തിലൊക്കെ നമ്മൾ എന്തോ ഒരു പ്രോമിസ് ഉള്ള പോലെയൊക്കെ തോന്നി. പക്ഷെ ഇപ്പം ഒന്നുമില്ല, ഒന്നും കാണാനില്ല. ഇന്നിപ്പോൾ ക്യാപ്റ്റനായിട്ടുണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ. പിന്നെ വിയാന ഇപ്പോഴേ ഞാൻ ഒരു കാര്യം, പിന്നെ വിനോദ് പിന്നെ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗാനവും അങ്ങനത്തെ പരിപാടികളൊക്കെ. പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ കൺട്രോൾ വിട്ട് വേർഡ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതൊരു വലിയ പോരായ്മയാണ്. പിന്നെ തമാശയ്ക്ക് പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും കളിയാക്കലുകളൊക്കെ ഉണ്ടെങ്കിലും, എസ്പെഷ്യലി നമ്മുടെ ദിവാകറിൻ്റെ അടുത്ത്, പക്ഷെ അതൊക്കെ പലപ്പോഴും അതിൻ്റെ ഒരു പരിധി വിടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം FJ ഒന്നും പിന്നെ പറയേണ്ട കാര്യമില്ല. ഈ ആഴ്ച നോമിനേഷനിലില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്തിനാണോ എന്തോ. പിന്നെ ആരാ ഉള്ളത്? അപ്പം എനിക്ക് ഒരുവിധം നമ്മൾ കാണുന്നതും ഇതിൻ്റെ അകത്തൊരു സുഭിക്ഷ അറിഞ്ഞുകൂടാ, എന്താണ് ഈ ആഴ്ച നോമിനേഷനിലുണ്ട്. ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തോ ഒരു ഇതുണ്ട്, പക്ഷെ എന്നാലും പോരാ അങ്ങട്. മെയിനായിട്ട് നമ്മുടെ മുമ്പ് കത്തി നിൽക്കുന്ന ആരൊക്കെയാണ്? ഈ ദിവ്യ, സാൻഡ്ര, പാർവതി, ദിവാകർ, ഇവരൊക്കെ. അതായത് ദിവാകർ പിന്നെ പിന്നെ ആരൊക്കെയാണ്? നമ്മുടെ ദിവാകറിനെ ഒരു പ്ലെയറായിട്ട് കൂട്ടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഏഹ്, കനി ഒക്കെ ഇവരൊക്കെയാണ് ഞാൻ ഈ നേരത്തെ വിയാന ഉറപ്പായിട്ടും. ഇവരൊക്കെയാണ് മെയിനായിട്ട്. ഇപ്പം ആണുങ്ങളുടെ ഇതിൽ നിന്ന് ദിവാകർ ഒക്കെ വിക്രം ഒരു അന്യൻ മോഡിലേക്ക് മാറിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അറിഞ്ഞുകൂടാ. ദിവാകർ, വിനോദ് ഇവരൊക്കെ എന്തായാലും നിൽക്കും. കമറുദ്ദീൻ പിന്നെ ഇപ്പം പണ്ടത്തെ അത്രയും വലിയ ഇതൊന്നും ഇല്ല. ബട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് എന്തായാലും. വലിയ കാര്യമായ രീതിയിൽ അങ്ങനെ. അതിൻ്റെ ഇടയിൽ ഇവർ വലിയൊരു പ്രാങ്കായിട്ട് ചെയ്ത്, പക്ഷേ ബിഗ് ബോസ് ഇവർക്കാണ് പ്രാങ്ക് ചെയ്തതെന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പ്രവീണും കമറുദ്ദീനും പ്രജിനും കൂടിയിട്ടാണ് പ്രാങ്ക് പ്ലാൻ ചെയ്തത്. ഒരു അടി ഉണ്ടാക്കുന്ന പോലെ. അതിൽ കമറുദ്ദീൻ പ്രവീണിനിട്ട് ശരിക്കും ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു. വലിയൊരു അടിയൊക്കെ ഉണ്ടാക്കി കൺഫെഷൻ റൂമിൽ പോയിരുന്ന് ബിഗ് ബോസിനോട് പറഞ്ഞിട്ടാണ് ഇവരിത് പ്ലാൻ ചെയ്തതും ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇവരിത് ചെയ്തത്. എന്നിട്ട് വീക്കെൻഡിൽ വന്നപ്പോൾ വിജയ് സേതുപതി പറഞ്ഞു ബിഗ് ബോസ് അതിനെ സപ്പോർട്ട് ചെയ്തതല്ല, നിങ്ങളത് ചെയ്തത് ശരിയായിട്ടില്ല, അങ്ങനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ബിഗ് ബോസ് നിങ്ങളുടെ അടുത്തത് പറഞ്ഞേനെ. അവർ പ്രാങ്ക് അത് റിവീൽ ചെയ്തുമില്ല. വീക്കെൻഡിലാണ് റിവീൽ ചെയ്യുന്നത് പ്രാങ്ക് ആയിരുന്നു എന്നുള്ളത്. എല്ലാവരും കമറുദ്ദീന് റെഡ് കാർഡ് കിട്ടും, കമറുദ്ദീൻ പുറത്ത് പോകുമെന്നൊക്കെ ഉള്ള സ്റ്റേജിലൊക്കെ പലരും വിചാരിച്ചിരുന്നു. സാൻഡ്ര ആണെങ്കിൽ ഹസ്ബൻഡ് വന്ന് കയറിയ ഉടനെ തന്നെ അടിയൊക്കെ ഉണ്ടാക്കി, ഇവൻ റെഡ് കാർഡ് എങ്ങാനും മേടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുമോ, പിള്ളേരൊക്കെ കാണുന്നതല്ലേ, അതായത് അവരുടെ 2 മക്കൾ കാണുന്നതല്ലേ വീട്ടിൽ എന്നൊക്കെ ഉള്ള രീതി ഭയങ്കരധികം ഇമോഷണലൊക്കെ ആയായിരുന്നു. ബട്ട് ബിഗ് ബോസ് ആണ് പ്രാങ്ക് ചെയ്തത്. എന്നാൽ പിന്നെ ഇവർ തമ്മിൽ അടിയുണ്ടാക്കുന്നത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അന്നേരം തന്നെ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത കൺഫെഷൻ റൂമിൽ ഇവന്മാരെല്ലാം വന്നിരുന്ന ഉടനെ തന്നെ അത് റിവീൽ ചെയ്യാൻ പറയുകയൊക്കെ ചെയ്യേണ്ടതല്ലേ. അതായത് കണ്ടൻ്റ് എല്ലാം അവന്മാരുടെ നിന്ന് എടുക്കുകയും ചെയ്തു. എന്നിട്ട് പ്രാങ്ക് ചെയ്തത് ശരിയായില്ലെന്നും പറഞ്ഞ് അവർക്കിട്ട് തന്നെ താങ്ങുന്നു. ഇതാണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കുന്ന പരിപാടിയാണ് ബിഗ് ബോസിൻ്റേത്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ 2 ആഴ്ചകളിലായിട്ടുള്ള എവിക്ഷൻസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച കലയരസൻ പോയി. അന്ന് ഡബിൾ എവിക്ഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാണ്. പിന്നെ അത് ചെയ്യുന്നില്ല എന്നാണ് വിജയ് സേതുപതി പറഞ്ഞത്. അതിപ്പം അതിൽ മറ്റൊരാളായിട്ട് അറോറ ആയിരുന്നിരിക്കണം എന്നാണ് കരക്കമ്പി. അപ്പം അന്ന് അറോറ പോയില്ല. ഈ ആഴ്ച അങ്ങനെയാണെങ്കിൽ അറോറയെ നോമിനേഷനിൽ വന്നില്ല. അപ്പം അതായത് കഴിഞ്ഞ ആഴ്ചയിൽ നോമിനേഷനിൽ വന്നില്ല. കാര്യം എല്ലാവരും കൂടെ മെജോറിറ്റി ആൾക്കാരും വോട്ട് ചെയ്തത് പാറുവിനും ദിവാകരനുമായിരുന്നു കൂടുതൽ. അത് ഓപ്പൺ നോമിനേഷൻ വെച്ചിട്ട് വന്ന വൈൽഡ് കാർഡുകളടക്കം ഇവരുടെ പേര് പറഞ്ഞതിന് എനിക്ക് വളരെ ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ പുറത്തുനിന്ന് ഇവരുടെ കാര്യം പിന്നെ പോട്ടെ, പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ട് ഇവിടെ ഉള്ളവർക്കൊന്നും ഒന്നും അറിയില്ല. ഈ ദിവ്യയും സാൻഡ്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ ഭയങ്കര മോശമായിട്ടാണ് കളിക്കുന്നത്, കൂതറയായിട്ടാണ് കളിക്കുന്നത്, നിനക്കൊന്നും ഒന്നും അറിയില്ല, വലിയ ഇതാണ്, വലിയ തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കയറി വന്നത്. എന്നിട്ട് ഇവർ നോമിനേഷനിൽ വന്നപ്പോഴത്തേക്കും പാർവതി ദിവാകറൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് എനിക്കറിയില്ല. ഇപ്പം എന്തായാലും ഞാൻ കഴിഞ്ഞ ആഴ്ച അങ്ങനെ അറോറ രക്ഷപ്പെട്ടു. അതിന് ഈ ആഴ്ച വിജയ് സേതുപതി ചോദ്യം ചെയ്യുന്നുണ്ട്. ഓപ്പൺ നോമിനേഷൻ വെച്ചിട്ട് പോലും നിങ്ങളൊക്കെ എന്തിനാണ് പിന്നെ ഒരാൾക്ക് തന്നെ 10ഉം 13ഉം വോട്ടൊക്കെ ചെയ്യുന്നത്, നിങ്ങൾക്കൊന്നും ബോധമില്ലേ എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ഈ ബിഗ് ബോസിൻ്റെ അകത്ത് ഇവർ ഈ നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറ്റിയിട്ട് എന്താണ് ചോദ്യം ചെയ്യാത്തത്? അത് ബിഗ് ബോസിൻ്റെ റൂൾസിനെതിരായിട്ടുള്ളൊരു കാര്യമില്ലേ? ഇത് കലയരസൻ ഉണ്ടായിരുന്നപ്പോൾ ദിവാകറും കലയും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അതാണ്ട് അൻപ് ഗ്യാങ്ങിനെതിരെ വമ്പ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഗ്യാങ് രൂപം കൊണ്ടിട്ടുണ്ട്. പാർവതി, കമറുദ്ദീൻ, പിന്നെ 3 വൈൽഡ് കാർഡുകൾ, അതായത് ദിവ്യ, സാൻഡ്ര, പ്രജിൻ, ഇവരെല്ലാം അടങ്ങിയ ഒരു വമ്പ് ഗ്യാങ് രൂപം കൊണ്ടിട്ടുണ്ട്. അവരിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു കനീനെ എങ്ങനെയൊക്കെ ഉൾപ്പെടുത്തണം. അവരുടെ നോമിനേഷൻസ് ഡിസ്കസ് ചെയ്ത് ആർക്ക് ഇപ്പോൾ ഇവർ സീക്രട്ട് ടാസ്കിൽ ജയിച്ചതുകൊണ്ട് സാൻഡ്രയ്ക്ക് ഒരു ഡയറക്റ്റ് നോമിനേഷനും ഉണ്ട്, നോമിനേഷൻ ഫ്രീയും ഉണ്ട്. നോമിനേഷൻ ഫ്രീ പുള്ളിക്കാരി ഹസ്ബൻഡിന് കൊടുത്തു, പ്രജിന് കൊടുത്തു, ഡയറക്റ്റായിട്ട് സുഭിക്ഷേനെ നോമിനേറ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഇവർ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വീക്കെൻഡിൽ വരുമ്പോൾ അതും ചോദിക്കേണ്ടതാണ്, എന്തുകൊണ്ടാണ് ഈ എന്താ പറയുന്നത് നോമിനേഷൻ ഡിസ്കസ് ചെയ്തിട്ട് ഇവർ വോട്ട് ചെയ്ത്. അത് ബിഗ് ബോസിൻ്റെ ഈ റൂൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അത് അനുവദിച്ചു കൂടാത്തതാണ്. പിന്നെ അൻപ് ഗ്യാങ്ങിനെതിരെ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആർക്കെതിരെയാണെങ്കിലും നോമിനേഷനകത്ത് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്നത് തെറ്റായ പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ അത് ചോദ്യം ചെയ്യേണ്ടതാണ്.
ഇപ്പം അറിയില്ല, ഈ ആഴ്ച ഇനിയിപ്പോൾ ചിലപ്പോൾ രമ്യ പോവുമായിരിക്കും. ഈ ആഴ്ചത്തെ നോമിനേഷൻസ് ഞാനൊന്ന് വായിക്കാം. ആം, ഇപ്പോൾ ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സുഭിക്ഷ, ദിവ്യ, അറോറ, രമ്യ, വിക്രം, സാൻഡ്ര, വിയാന, കനി, ദിവാകർ ആൻഡ് പാറു എന്നിവരാണ്. അതിൽ സുഭിക്ഷ ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിരിക്കുന്നതാണ്. ബാക്കി എല്ലാവരും നോമിനേഷൻസിൽ വന്നിരിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മിക്കവാറും 2 ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ അറോറയും രമ്യയും പോകും. ഇല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാര്യം അറോറ തന്നെ പറയുന്നു, എനിക്കങ്ങനെ വിജയ് സേതുപതി ഇങ്ങനെ പറയുകയും ചെയ്തു. അതായത് നിങ്ങളകത്ത് വന്നിട്ട് പുള്ളിക്കാരി ബ്രേക്കിൻ്റെ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്കങ്ങനെ ആരോടും അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാനോ അങ്ങനെ ഹേർട്ട് ചെയ്യാനൊന്നും അറിയില്ല. ഞാൻ എൻ്റെ വീട് മിസ് ചെയ്യുന്നു, എൻ്റെ പട്ടിയെ മിസ് ചെയ്യുന്നു. പഠിക്കാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാനായിട്ടാണ്, അതായത് വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടി പണം സമ്പാദിക്കാനായിട്ടാണ് വന്നത്. വൈൽഡ് കാർഡുകൾ വന്ന് അവരോടൊക്കെ ചോദിച്ച സമയത്തും അറോറ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പണം സമ്പാദിക്കാനാണ് വന്നത്. പുള്ളിക്കാരി എന്തിനാണോ അകത്ത് വന്നത് അതിൻ്റെ കാര്യത്തിൽ ക്ലിയറാണ്. അപ്പം അതങ്ങനെയൊക്കെ പറഞ്ഞപ്പം എന്തോ ഒരു ഓക്കെ. അതിൽ തുഷാർ പോയില്ലോ, തുഷാറായിരുന്നു കഴിഞ്ഞ ആഴ്ച പോയത്. പോകാൻ നേരത്തും എന്താ ഞാനും അറോറയും തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അതിന് മുമ്പത്തെ ആഴ്ചകളിൽ വരെ ക്യാപ്റ്റനായിട്ട് ഇത് മര്യാദയ്ക്ക് ചെയ്തില്ല. പിന്നെയും വീക്കെൻഡുകളിൽ വ്യക്തമായ ക്ലൂ വിജയ് സേതുപതി കൊടുത്തിട്ട് പോലും ഒരു മാറ്റമൊന്നും കൊണ്ടുവരാതെ പിന്നെയും അതുപോലെയൊക്കെ തന്നെ നിന്നാണ് പോയത്. അപ്പം ഫ്രണ്ടാണെന്ന് പറയുമ്പോഴും മറ്റേ സ്വിമ്മിംഗ് പൂൾ കോൺവെർസേഷൻ നമ്മളങ്ങനെ മറക്കാനിടയില്ലാത്തൊരു സംഭവമാണല്ലോ. വ്യൂ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നത്, അതൊന്നും നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല. അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ആയിരിക്കണം എന്താണെങ്കിലും, അത് അവരുടെ കാര്യം. പക്ഷേ എന്തോ ഒരു എനിക്ക് അറോറ എന്താ പറയുന്നത്, പുള്ളിക്കാരി ഓക്കെയാണ്, ബട്ട് ഈ ഗെയിമിന് പറ്റിയ ആളല്ല. കാര്യം ഇത്രയും പേർക്ക് ചാൻസിൽ നിന്നും ഒരാളായിട്ട് വന്നിട്ട് അകത്ത് വന്ന് ഒന്നുമില്ലെങ്കിൽ അവർ പൈസ തരുന്നതല്ലേ, അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ഗെയിമെങ്കിലും കളിക്കണ്ടേ, എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണമല്ലോ. നമ്മളങ്ങനെ എനിക്കങ്ങനെ ഇതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അറോറ, രമ്യ ഇവരിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. 2 പേരും പോയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. രമ്യ ആദ്യം കുറേ ഇങ്ങനെ എന്താ പറയുന്നത്, ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പിടിച്ച് അങ്ങനെ ഒരു ട്രാക്ക് പിടിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ബട്ട് ഇനിയിപ്പോൾ ആ ട്രാക്ക് വർക്കാവില്ല. കാര്യം ആരെയും അണ്ണ, തമ്പി, അക്ക, തങ്കച്ചി എന്നൊന്നും വിളിക്കേണ്ടതെന്ന് വിജയ് സേതുപതി പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഗെയിമിൻ്റേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് ഐ ഡോണ്ട് നോ. പുള്ളിക്കാരുടെ ആ ഒരു ആടലും പാടലും അകത്തുള്ള ഒരു ഇത് മാറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റൊരു കുറച്ച് എന്തോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. ബട്ട് അറിയില്ല, മിക്കവാറും അവർ രണ്ടുപേരും പോവായിരിക്കും. അപ്പം ഇതിൽ ആൾക്കാർ അൺഫെയർ എവിക്ഷനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീണിൻ്റെ കാര്യത്തിലാണ്. പ്രവീൺ ഒരു റീ എൻട്രി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം ബിഗ് ബോസ് ഇത്തുടൻ இந்த വീട്ടിൽ ഇത്തുടൻ ഉങ്കൾ പയനം മുടിന്തത് എന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നു. പിന്നെ കയ്യിൽ മറ്റേ ബാൻഡ് ഉണ്ടായിരുന്നത് അഴിച്ച് കണ്ണാടിച്ചില്ലിൻ്റെ അകത്ത് ഇടുന്ന പരിപാടി ചെയ്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രവീൺ തിരിച്ചു വരുമെന്നൊക്കെയാണ് ഡീകോഡ് ചെയ്ത ആളുകൾ പറയുന്നത്. ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. നിങ്ങളാരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ പറയൂ. ആരും പറയാൻ പോകുന്നതല്ല എനിക്കറിയാം, എന്നാലും ഞാൻ ചുമ്മാ പറയുകയാണ് എന്താണേലും. അപ്പം അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രവീണിനെതിരെ പുറത്ത് വളരെ ഗുരുതരമായിട്ടുള്ള അലിഗേഷൻസൊക്കെ വരുന്നുണ്ട്. അണ്ടർ ഏജ് ആയിട്ടുള്ള, അതായത് അവർ മൈനറായിരുന്ന സമയത്ത് ശാരീരികമായി തന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് പല പെൺകുട്ടികൾ പ്രവീണിനെതിരെ ഒരു അലിഗേഷൻസൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പെർഹാപ്സ് അതിൻ്റെ പേരിലായിരിക്കാം ഇപ്പോൾ ഒരു എവിക്ഷൻ കാര്യം, അല്ലെങ്കിൽ രമ്യേനെ ആയിരുന്നു തൂക്കേണ്ടിയിരുന്നത്. അപ്പം അതിൻ്റെ പേരിലായിരിക്കാം എന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതിലെന്തുമാത്രം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല. കാര്യം ഏത് സീസൺ 3യോ സീസൺ 1ലാണോ ഏതോ ഒരു തമിഴ് സീസണിൻ്റെ അകത്താണ് മറ്റേ ശരവണനെ ഇതുപോലെ പുള്ളി പണ്ടെങ്ങാണ്ട് പറഞ്ഞ ഒരു
കമൻറ്റ് പെൺകുട്ടികൾക്കെതിരെ എന്തോ ഒരു കമൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പുള്ളീനെ ആരോടും പറയാതെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് ആ വഴി ഇറക്കി വിട്ടതാണ്. അപ്പം അതുപോലെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാനായിരിക്കും അവർക്ക് വെറുതെ ഷോ നടത്തിക്കൊണ്ട് പോകേണ്ടതല്ലേ. ഇപ്പം അതുകൊണ്ട് അതിനൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ എവിക്റ്റ് ചെയ്തതായിരിക്കാം. അത് പുള്ളി ഡ്രസ് കോഡിലൂടെ പുള്ളി മനസ്സിലാക്കുകയും ചെയ്തു എന്ന് തോന്നുന്നു. കാര്യം ഭാര്യ വീക്കെൻഡിൽ മുണ്ടും ഷർട്ടും അയച്ചു കൊടുത്തപ്പോൾ തന്നെ പുള്ളിക്ക് പിടികിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, എന്തോ പ്രശ്നമുണ്ട്, എവിക്റ്റായെന്നോ എന്തോ ഒരു സെൻസ് അദ്ദേഹത്തിന് കിട്ടി. അത് രണ്ട് മൂന്നിടത്ത് പറയുകയും ചെയ്തു, അങ്ങനെ അതുകൊണ്ടായിരിക്കും അവൾ അത് അയച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ. ആ എവിക്ഷൻ അദ്ദേഹം എടുത്ത രീതി കാണുമ്പോൾ നമുക്ക് കുറച്ച് സങ്കടമൊക്കെ ആവുന്ന രീതിയിലാണ്. കാര്യം നല്ല രീതിയിലൊരു ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് വന്ന ഒരു മനുഷ്യനാണ്. എന്തെങ്കിലും ടാസ്കൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ 100% ഇടാനും അദ്ദേഹത്തിൻ്റെ ടാലൻ്റൊക്കെ എക്സിബിറ്റ് ചെയ്യാനൊക്കെ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. തുടക്കത്തിൽ നമുക്കൊരു നെഗറ്റീവ് ഇതുണ്ടാക്കി, കാര്യം ദിവാകറിൻ്റെ അടുത്തുള്ള ഒരു ഇതൊക്കെ. പക്ഷെ പിന്നീട് അങ്ങോട്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ പോകേണ്ട ആളായിരുന്നില്ല. ബട്ട് ഈ ഒരു പുറത്ത് നടക്കുന്ന ഈ ഒരു ഇഷ്യൂ ആണ് അതിൻ്റെ പിന്നിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ പറയില്ല, ഇനിയിപ്പോൾ അദ്ദേഹം വീണ്ടും റീ എൻട്രി വരുമോ എന്നൊക്കെ. പിന്നെ ബിഗ് ബോസ് ആണെങ്കിൽ ഞാൻ ഗോഡ് ഫാദറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സുഖിപ്പിച്ചൊക്കെയാണ് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ഓവറോൾ ഈ സീസൺ എനിക്ക് അറിഞ്ഞുകൂടാ, അത്ര അങ്ങോട്ട് വലിയ സുഖമില്ല ഒരു രീതിയിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. റേറ്റിംഗ് ഒക്കെ TRP ഒക്കെ വളരെ താഴ്ന്ന രീതിയിലാണ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ. തമിഴ് സീസണാണ് ഈ സീസണാണ് ഏറ്റവും വേസ്റ്റ് എന്നൊക്കെ പറയുന്നു ആളുകൾ. നമ്മളിടുന്ന വീഡിയോ ആണെങ്കിൽ പോലും ഒരു 40 പേര് ആണ് കാണുന്നത്. അപ്പം അതും അത് ഞാൻ ഈ രണ്ടാഴ്ച കൂടുമ്പോൾ ഇടുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതോ തമിഴ് ഇതിനോട് ആളുകൾക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണോ എന്നും അറിയത്തില്ല. എന്നാലും ഓരോ തവണ ഇടുമ്പോഴും കേൾക്കാൻ വരുന്ന ആ 40 പേരോട് നന്ദിയുണ്ടേ എന്ന് പറയാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പിന്നെ ചെയ്യുന്നത് കേട്ടോ. അല്ല, ഞാനും സത്യം പറഞ്ഞ് ഓർത്തായിരുന്നു ചെയ്യണോ വേണ്ടയോ. കാര്യം നമുക്കൊരു മോട്ടിവേഷൻ ഇല്ല. കൂടുതൽ ആൾക്കാരൊക്കെ കണ്ടാലല്ലേ, എന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ ഒരു 1K 2K ഒന്നും അങ്ങനെ വലിയ വ്യൂ ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു 100 പേരെങ്കിലും മിനിമം കാണുകയാണെങ്കിൽ ഇടാന്നുള്ള ഒരു രീതിയിലാണ് എൻ്റെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ മലയാളം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതും ഒരു കാരണമാണ്. അതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഡിലേ ഉണ്ടാക്കുന്നതിൽ. ബട്ട് ഐ വിൽ ട്രൈ കുറച്ചുകൂടെ ഓരോ ആഴ്ചയിലും കറക്റ്റായിട്ട് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇനിയിപ്പം മലയാളം ഇല്ലല്ലോ, അതുകൊണ്ട് കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ എന്താണെങ്കിലും തുടർന്നും കാണാൻ വരുന്ന നിങ്ങളോട് 40 പേരോട് നന്ദിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലിപ്പം എന്തുമാത്രം പുരുഷന്മാരും എന്തുമാത്രം സ്ത്രീകളുണ്ടെന്ന് കാണാനായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ മാത്രം വ്യൂ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ബട്ട് മലയാളത്തിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ബിഗ് ബോസ് റിലേറ്റഡ് കണ്ടൻറ്റ് നമ്മുടെ ചാനലിൽ കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാണ്ടുള്ള കണ്ടൻറ്റ് നമ്മുടെ ചാനലിലുണ്ട്, സിനിമ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അതാണ് നമ്മുടെ മെയിൻ ഐറ്റം. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, ബിഗ് ബോസിൻ്റെ ഇത് കാണുന്നവരുടെ കൂട്ടത്തിൽ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞ പ്രകാരമാണ് ഞാൻ കംപ്ലീറ്റ്ലി മലയാളത്തിലാണ്. തമിഴ് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട്, എന്നാലും സാരമില്ല. അപ്പം അടുത്ത ആഴ്ച നല്ല ഇപ്പം ഞാൻ ഇവർ ഇത്രയും കാലം ചെയ്ത നോമിനേഷൻസൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ അതെല്ലാം കൂടെ ഒന്ന് കമ്പൈൽ ചെയ്തിട്ട് വേണം ഇത്രയും ആഴ്ചയിൽ 50 ദിവസം ആകുമ്പോൾ ഒന്ന് നോക്കണം. അതായത് ഇത്രയും ആഴ്ചയിൽ നിന്ന് പോയവർ ഓരോ ആഴ്ചയിൽ ഇവർ ആർക്കൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത്, കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പാറ്റേൺ ആണോ ഇവർ റിപ്പീറ്റ് ചെയ്തതെന്നൊക്കെ ഒന്ന് അറിയണം എന്താണെങ്കിലും. അപ്പം അങ്ങനെയുള്ള പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരയ്ക്കും ഉங்களிடமிருந்து விடைபெறுவது உங்கள் நான்.